ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ്. മാളു സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇന്ന് എന്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത്. യെസ് ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. ഒരു ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു മേക്കപ്പ് ഡെയിലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, സോ അവർക്കൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ഗൈസ്, വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. ഇതുവരെ മാളു സ്റ്റോറീസിന്റെ വീഡിയോസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ സ്കിന്നിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ, കൺസീലർ ഒക്കെ എല്ലാം നമ്മൾ യൂസ് ചെയ്തൊരു മേക്കപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിയുന്ന ആ ഒരു ടൈമിൽ നല്ല ബ്രൈറ്റൻ ആയിരിക്കും, സ്കിന്ന് നല്ല ക്ലിയർ ആയിരിക്കും, നല്ല അണീവൻ, നല്ല സൂപ്പർ ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ ഈ മേക്കപ്പ് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇത് നന്നായിട്ട് ഡാർക്ക് അടിക്കാൻ തുടങ്ങും. ഈ ഡാർക്ക് അടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ ഒറിജിനൽ സ്കിൻ ടോണിനെ വരെ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് ആക്കിക്കൊണ്ടായിരിക്കും ഈ ഒരു ഡാർക്ക് ടോൺ നമ്മുടെ സ്കിന്നിൽ അടിക്കാം. ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഓർ കൺസീലർ ഇത് നിങ്ങളുടെ സ്കിൻ ടോൺ അല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം വരുന്നത്. പലർക്കും പലരുടെ സ്കിൻ ടോൺ അറിയില്ല എന്നതാണ് യഥാർത്ഥ സാരം. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഫൗണ്ടേഷൻസും കൺസീലേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അത് മേടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നമ്മുടെ സെയിം സ്കിൻ ടോൺ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വേണം മേടിക്കാൻ. അത് നമ്മൾ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിലും, ഏത് നോർമൽ ഫൗണ്ടേഷനും അഫോർഡബിൾ കീപ്പ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ സ്കിൻ ടോൺ ആണ് മസ്റ്റായിട്ട് നോക്കേണ്ടത്. അവിടെ വിലയേക്കാൾ കൂടുതൽ നിങ്ങൾ സ്കിൻ ടോൺ മസ്റ്റായിട്ട് നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, കൺസീലർ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫൗണ്ടേഷനേക്കാൾ ഒരു പടി താഴെയുള്ള കളർ വേണം, നിങ്ങളുടെ ഷെയ്ഡിനേക്കാളും ഒറ്റപ്പടി താഴെ നിൽക്കുന്ന ഒരു ഷെയ്ഡ് വേണം കൺസീലർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസീലറും ഫൗണ്ടേഷനും സെയിം ഷെയ്ഡ് വരുന്നത് വാങ്ങുന്ന സമയത്തും ഈ ബ്ലാക്ക് കളർ ഓൾമോസ്റ്റ് എല്ലാവർക്കും വരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്കിൻ ടോൺ അനുസരിച്ചുള്ള ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നത്. അപ്പം അത് നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സ്കിന്ന് ചേഞ്ച് ആവുന്ന, കളർ പെട്ടെന്ന് ചേഞ്ച് ആവുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇനി അങ്ങനെയാണ് നിങ്ങൾ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് മാറ്റിക്കോളൂ, ഇല്ലെങ്കിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരും. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ എപ്പോഴും മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പടി മുകളിൽ ഫൗണ്ടേഷൻ കയറി നിൽക്കും. ഇത് പലരുടെയും ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഒരു പുട്ടി അടിച്ചൊരു ഫീല്. ഓൾമോസ്റ്റ് എല്ലാവരും പറയും പുട്ടി അടിക്കുക. ഞാനൊക്കെ പുട്ടി അടിക്കാന്ന് പറഞ്ഞിട്ട് വീടിന് പുട്ടി അടിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ പലരും നമ്മളൊക്കെ എന്താ പറയുക, മക്കാറാക്കുന്ന പോലെ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നൊരു കാര്യം, എന്തൊരു പുട്ടി അടിച്ച പോലെ ഫീൽ ചെയ്യുന്നത് എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പടി മുകളിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എപ്പോഴും ഫൗണ്ടേഷൻസ് ഒരു പടി മുകളിൽ നിൽക്കുന്നത്. നമ്മളൊരു പ്രോപ്പർ സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റും പ്ലമ്മി സ്കിൻ ടോൺ ആയിരിക്കും. എൻ്റെ സ്കിൻ ടോൺ ഇപ്പം ഭയങ്കര സോഫ്റ്റും പ്ലമ്മിയാണ്, നമുക്ക് തൊടുമ്പം തന്നെ അറിയാം. ഈ ഒരു സ്കിൻ ടോണിലൊക്കെ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് നല്ല ബ്ലെൻഡഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഒരാൾക്ക് മനസ്സിലാവില്ല അതൊരു മേക്കപ്പ് ആണ് എന്നുള്ള രീതിയിൽ, നിങ്ങൾക്ക് ആൾക്കും എടുത്തു വന്നാൽ കൂടി മനസ്സിലാവില്ല. അതേ സ്ഥാനത്ത് നിങ്ങളൊരു പ്രോപ്പർ സ്കിൻ കെയർ കൊണ്ടുപോകാത്ത ഒരാളാണെങ്കിൽ, അത് കറക്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, എങ്ങനെ നിങ്ങൾ ഫൗണ്ടേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്താലും അത് മേക്കപ്പ് ആണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നിങ്ങൾ പ്രോപ്പർ സ്കിൻ കെയർ കറക്റ്റ് ചെയ്യുക. ദെൻ പ്രോപ്പർ സ്കിൻ കെയർ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. മെന്നും വുമണ്ണും ഈ പ്രോപ്പർ സ്കിൻ കെയർ ബാധകമാണ്, വുമണ്ണ് മാത്രമല്ല. സോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, നമ്മൾ ഫുഡ് എന്തിനാണ് കഴിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതിന് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും. നമുക്ക് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കമൻസ് വരും. ഫുഡ് കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഫുഡ് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ സ്കിന്ന് എന്ന് പറയുന്നത്. ഈ ഒരു സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ട കെയറും നമ്മൾ കൊടുക്കണം. നമ്മൾ ഉള്ളോട്ടുള്ളത് എന്നേക്കാൾ പ്രധാനമാണ് ഇന്നറും ഔട്ടറും എന്ന് പറയുന്ന മാതിരി രണ്ടും
നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു എന്താ പറയുക ഡെയിലി റൊട്ടീനിൽ. ഇപ്പോൾ സ്കിന്ന് റൊട്ടീൻ ഡെയിലി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. മോയ്സ്ചറൈസർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും സ്കിന്നിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രാവിലെ ഒരു ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നൈറ്റ് കിടക്കാൻ നേരം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഭയങ്കര ഓയിലി സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ക്രീമി ടെക്സ്ചർ ഉള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പാടില്ല. മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നിങ്ങൾ ഈ മാറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ മേടിക്കുന്ന സമയത്ത് ഓവർ എന്താ പറയുക ഓയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആണ്, അപ്പോൾ കുറച്ചും കൂടെ ഓയിലി ആവുള്ളൂ. പലർക്കും സ്കിന്ന് ഭയങ്കര ഓയിലി ആവുന്നത് ഇഷ്ടമല്ല, എന്നോട് തന്നെ ഒരുപാട് പേര് പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെയും ഭയങ്കര ഓവർ ക്രീമി ടെക്സ്ചർ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് കൂടുകയുള്ളൂ, കുറയില്ല. അപ്പം മാറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എന്താ പറയുക മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ മോയ്സ്ചറൈസേഴ്സ് അവനവൻ്റെ സ്കിൻ ടോൺ അനുസരിച്ച് മേടിക്കുക. സ്കിൻ ടൈപ്പ് അനുസരിച്ച് മേടിക്കുക. അപ്പോൾ സ്കിൻ ടൈപ്പ് ചിലപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് സ്കിൻ ടൈപ്പ് വരുന്നുള്ളൂ. കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്ന്, ദെൻ ഓയിലി സ്കിന്ന്. ഈ 3 ടൈപ്പ് ഓഫ് സ്കിന്നായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. ഇതിൽ അപ്പുറത്തേക്ക് ഒരു സ്കിൻ ടൈപ്പ് ഇല്ല. പലരും പല ടൈപ്പ് സ്കിന്ന് പറയും. പക്ഷെ എനിക്കറിയുന്നതല്ല, ഇതാണ് യഥാർത്ഥ 3 സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ ടൈപ്പ് ചൂസ് ചെയ്യാൻ അറിയാത്ത ആളുകൾ, ഇതുവരെ ചൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, എല്ലാ പ്രൊഡക്ട്സും ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കണ്ടൻസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിപ്പോൾ ഓയിലി ആകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ളതായിക്കോട്ടെ, ഇനി ഭയങ്കര ഒരം ഉള്ള സ്കിൻ ടൈപ്പ് നമ്മൾ പറയല്ലോ, കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഭയങ്കര എല്ലാവരും സ്കിന്നിലുണ്ടാവില്ല, ഭയങ്കര ഒരം പോലത്തെ ഒരു ഫേസ് ഉണ്ടാവില്ല, ഓയിലി അല്ലാത്ത അങ്ങനെയുള്ള സ്കിൻ ടൈപ്പുള്ള ആളുകളൊക്കെ കുറച്ച് ക്രീമി ആയിട്ട് യൂസ് ചെയ്യുക. അപ്പം നിങ്ങളതൊരു കോമ്പിനേഷൻ ഒരു മീഡിയം സ്കിൻ ടോണിൽ കൊണ്ടുവരാൻ പറ്റും. സോ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനാണ്, ഓയിലിയാണ്, നോർമലാണ്. ഈ ഓയിലി നോർമൽ മിക്സ് ആവുന്നതാണ് കോമ്പിനേഷൻ. ഈ ഒരു സ്കിൻ ടൈപ്പാണ് ബെറ്റർ. ഏത് പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്താലും ഒരു സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ സ്കിൻ ടൈപ്പാർക്ക് പെട്ടെന്ന് വരില്ല. ഓക്കെ, പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസ്ക്രീൻ ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു വെയിലത്ത് മാത്രം സൺസ്ക്രീൻ ഇടുക എന്നുള്ളതല്ല. നമ്മളൊരു പ്രോപ്പർ സൺസ്ക്രീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും SPF50 യൂസ് ചെയ്യുക. അതും നിങ്ങൾ ഓൾ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യുക. പിന്നെ നയാസിനമൈഡ് അങ്ങനെയുള്ള ഒരുപാട് ആസിഡ് കണ്ടൻസ് ഉള്ള സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്യുക. അതൊക്കെ കുറച്ചും കൂടി നല്ല ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ SPF50 എന്ന് പറഞ്ഞാൽ മിനിമം 8 hour പ്രൊട്ടക്ഷൻ ആണ്. നമ്മൾ 8 മണിക്കൂറൊക്കെ അതെങ്ങനെയാലും കിട്ടത്തില്ല. ഓൾമോസ്റ്റ് എല്ലാവരും 8 മണിക്കൂർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. മാക്സിമം പോയി 5-6 മണിക്കൂർ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കവറേജ് നല്ലോണം കിട്ടും. ഇനി ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളിത് റീഅപ്ലൈ ചെയ്യുക, ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. അത് നിങ്ങൾ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. അത് നിങ്ങളുടെ സ്കിന്നിൽ കൂടുതൽ ബെനിഫിറ്റ്സ് തരുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു വിറ്റാമിൻ C സിറം യൂസ് ചെയ്യുക. അത് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പിനനുസരിച്ചുള്ള ഒരു വിറ്റാമിൻ C സിറം യൂസ് ചെയ്യുക. എപ്പോഴും നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഒരു ബിഗിനർ സിറം യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്യുക. ഒരിക്കലും സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്യുന്നതായി യൂസ് ചെയ്ത് 2-3 ഡ്രോപ്പ് എടുത്ത് ജസ്റ്റ് ഡാബ് ചെയ്തായിരിക്കണം നമ്മൾ സിറം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെന്താ ചെയ്യാം, കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുക. പിന്നെ പ്രോബ്ലംസ് ഒന്നുമില്ലെങ്കിൽ ചില ആളുകളുടെ സ്കിന്നിന് സിറം പറ്റത്തില്ല. അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടി വരിക. പിന്നെ നമ്മുടെ ഫേസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് യൂസ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇതാവണം നമ്മുടെ മെയിൻ സ്കിൻ കെയർ. ഇനി നിങ്ങൾ ടോണർ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി എക്സ്ട്രാ വൈറ്റമിൻ C അങ്ങനത്തെ ഗുളിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും, വൈറ്റമിൻ E അങ്ങനത്തെ ഗുളിക സപ്ലിമെൻ്ററീസ് ഒന്നും നീ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് മേക്കപ്പ് ഇട്ടാലും നല്ല അടിപൊളിയായിട്ട് ഫുൾ നല്ലൊരു മാറ്റ് ഫിനിഷ് ലുക്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് കിട്ടുന്നുള്ളതാണ്. ഗൈസ്, അങ്ങനെ കറണ്ട് പോയിരിക്കുന്നു ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കാനുള്ള മെയിൻ റീസൺസ് ഒക്കെ ഇതാണ് സത്യം പറഞ്ഞാൽ. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് പെട്ടെന്ന് പോയി പോകുന്നു സ്കിന്നിൽ നിന്ന്. നമ്മളൊന്ന് ഒരു അരമണിക്കൂറൊക്കെ നമ്മളൊന്ന് ഈ മേക്കപ്പ് ഇട്ട് നടക്കുമ്പോഴേക്ക് തന്നെ മേക്കപ്പ് പെട്ടെന്ന് ഒലിച്ചിറങ്ങി പോവാണ്. അത് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് ഉള്ള ഒരു സൊല്യൂഷനാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ആയിരിക്കില്ല മേക്കപ്പിൻ്റെ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഫസ്റ്റ് എപ്പോഴും പ്രോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യരുത്. ഒരിക്കലും ഡയറക്റ്റ് സ്കിന്നിലോട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യരുത്. നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് സ്കിൻ കെയർ ഒരു ബിഗിനർ സ്റ്റെപ്പ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാണ്ട് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് എങ്ങോട്ടും ഒലിച്ചു പോകുന്നില്ല, കറക്റ്റ് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക.
നല്ലൊരു മോയ്സ്ചറൈസർ ആയിരിക്കണം നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്. ന്യൂട്രലൈസിൻ്റെ ഒക്കെ നല്ല മോയ്സ്ചറൈസേഴ്സാണ്, അത് യൂസ് ചെയ്യുക ഫസ്റ്റ് തന്നെ. ഞാനൊക്കെ അക്വാബ്ലാസ്റ്റിൻ്റെ മേക്കപ്പാണ് ഞാൻ നോർമലി ബ്യൂട്ടീഷ്യൻ ബ്രൈഡിൻ്റെ ആവശ്യത്തിനൊക്കെ ഞാൻ അക്വാബ്ലാസ്റ്റ് ആണ്. അതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, അത് അടിപൊളിയാണ്. അതിപ്പോൾ ഇനി ഏത് സ്കിൻ ടൈപ്പുള്ള ബ്രൈഡ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൈമർ യൂസ് ചെയ്യണം. പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഓയിലി സ്കിന്നുകാർ എപ്പോഴും ഒരു മാറ്റ് ടൈപ്പ് ആയിട്ടുള്ള പ്രൈമർ യൂസ് ചെയ്യാൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൈമർ അർബൻ കളറിൻ്റെയാണ്. കളർ ബാറിൻ്റെ പ്രൈമർ ഭയങ്കര മാറ്റാണ്, ഭയങ്കര ഫിനിഷിംഗ് ആണ്. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൈമർ കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൺസീലർ ചെയ്യാം നിങ്ങൾ സ്കിന്നിൽ. കൺസീലർ എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്ന് മൊത്തം കൺസീൽ ചെയ്യേണ്ട ആവശ്യമില്ല. എവിടേക്കാണോ അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള, പല ആൾക്കാർക്കും അണ്ടർ ഐ അത്യാവശ്യം നല്ല ഡാർക്ക് ആയിരിക്കും, അവിടെ നിങ്ങൾ കൺസീലറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പഞ്ച് യൂസ് ചെയ്താണ് ബ്ലെൻഡ് ചെയ്യുന്നത് വെച്ചാൽ സ്പഞ്ച് കുറച്ച് വെറ്റ് ചെയ്യണം ഗൈസ്. വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും. അതാണ് ഒരു പ്രോപ്പർ നമ്മുടെ ഒരു ബിഗിനേഴ്സിൻ്റെ ഒരു സ്കിൻ കെയർ, ഒരു സ്കിന്നിൻ്റെ ഒരു മേക്കപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറാക്കി കഴിഞ്ഞാൽ, കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് എങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ നിൽക്കും. ഈ ഫൗണ്ടേഷൻ ചെയ്തതിന് ശേഷം ഒരു ഫിക്സിങ് സ്പ്രേ മസ്റ്റായിട്ട് കൊടുക്കുക. ഫിക്സിങ് സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ മേക്കപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളിപ്പോൾ മുഖം കൊണ്ട് ടവലോട് തുടച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം മേക്കപ്പ് പോവും. അതിപ്പോൾ ഏത് ആളാണ്, നമ്മൾ റൈറ്റ്സിനോടും പറയുന്നൊരു കാര്യമാണ്, ഫേസ് തൊടുകയേ വേണ്ട. വെറ്റ് ആവുകയാണെങ്കിൽ അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി അത്രയും വെറ്റ് ആവുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്പഞ്ച് ഉണ്ട്, നമുക്കത് മേടിക്കാൻ കിട്ടും. ആ സ്പഞ്ച് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നമ്മളത് വൈപ്പ് ചെയ്ത് എടുത്താൽ മതി. അല്ലാതെ ഒരിക്കലും നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ തുടയ്ക്കുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മേക്കപ്പ് പോകും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് പിന്നെ മേക്കപ്പിൻ്റെ സ്റ്റെപ്പ് കറക്റ്റ് ആക്കുകയും വേണം. ഓക്കെ. പിന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ എത്ര ബ്ലെൻഡ് ചെയ്താലും നമ്മുടെ ഫൗണ്ടേഷൻസ് ബ്ലെൻഡ് ആവുന്നില്ല, മേക്കപ്പ് കറക്റ്റ് ആവുന്നില്ല, പ്രോപ്പർ ആവുന്നില്ല, അവിടെ ഒരുമാതിരി കുറച്ച് ഇവിടെ കൂടിക്കിടക്കും, കുറച്ച് ഇവിടെ കൂടിക്കിടക്കും. പിന്നെ ലേഡീസിന് പ്രത്യേകിച്ച് ഫൗണ്ടേഷൻസ് ഇടുന്ന സമയത്ത് നമ്മൾ വെറ്റാവുന്ന പാർട്ടാണ് നമ്മൾ ഈ ഒരു ലിപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്ഥലം. ഇവിടെയാണ് പെട്ടെന്ന് വന്ന് ഈ പുട്ടിയെല്ലാം കൂടെ, നിങ്ങൾ പറയുന്ന ഈ പുട്ടിയെല്ലാം കൂടെ വന്ന് നിൽക്കാം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മേക്കപ്പ് ഇട്ടതൊരു പ്രോപ്പർ അല്ല എന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നല്ലൊരു ബ്ലെൻഡഡ് ഫൗണ്ടേഷൻസ് തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പം വിപണിയിൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് അവൈലബിൾ ആണ്. 100 രൂപ മുതൽ ഫൗണ്ടേഷൻസ്, 70 രൂപ മുതൽ ഫൗണ്ടേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 70 രൂപേൻ്റെ ഒന്നും ഫൗണ്ടേഷൻസ് ഒരിക്കലും വാങ്ങി യൂസ് ചെയ്യരുത് മക്കളെ, പണി ഉറപ്പാണ്. അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ടൈപ്പിലുള്ള ഫൗണ്ടേഷൻസ് എപ്പോഴും തിരഞ്ഞെടുക്കാൻ നോക്കുക. നമ്മൾ എപ്പോഴും പോയി ഫൗണ്ടേഷൻസ് വാങ്ങുന്നില്ല. നമ്മളിപ്പോൾ ഒരു 70 രൂപേൻ്റെയോ 100 രൂപേൻ്റെയോ ഫൗണ്ടേഷൻസ് വാങ്ങിക്കഴിഞ്ഞാൽ സ്കിന്ന് നല്ലോണം പണി കിട്ടും, ഡാമേജും കാര്യങ്ങളൊക്കെ ആവും. പിന്നെയും നമ്മൾ തീരുമ്പോൾ അടുത്ത ആഴ്ച തന്നെ നമ്മളിത് വേറെ പോയി വാങ്ങേണ്ട ഒരു അവസ്ഥയ്ക്ക്. അതുകൊണ്ട് വാങ്ങുന്നത് ഒരു തവണയാണെങ്കിലും മിനിമം ഒരു 1000 അതിൻ്റെ അടുത്ത് വരുന്ന, ഒരു 1000-ൻ്റെ അടുത്ത് വരുന്ന ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക. കൺസീലർ ആണെങ്കിലും നിങ്ങൾ ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യാൻ നോക്കുക എപ്പോഴും. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ സ്കിന്നിൽ ബ്ലെൻഡഡ് ആവുന്ന ടൈപ്പ് ഫൗണ്ടേഷൻസ് ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അതിലും താഴോട്ട് വരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കറക്റ്റ് സ്കിൻ ടോൺ അറിയാതെ മേടിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിന്നിലേക്ക് അത് അബ്സോർവ് ആവുന്നില്ല എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും വരുന്നത്. ഓക്കെ. ഒരു കാര്യം കൂടി വിട്ടുപോയി, നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മേക്കപ്പ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ഇട്ട് അതൊരു 5 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം മാത്രം അത് അബ്സോർവ് ആയതിനു ശേഷം അടുത്ത പ്രൊഡക്റ്റ് സ്കിന്നിലോട്ട് കൊടുക്കുക. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ തന്നെ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ നമ്മൾ അടുത്ത പ്രൈമർ ഇട്ടു, അടുത്ത ഇത് കൺസീലർ ഇട്ടു, അടുത്ത ഇതിട്ടു, അങ്ങനെ ഇട്ടിട്ട് പോകുന്നതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ സ്കിന്നിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടൂല അങ്ങനെ സ്പീഡായിട്ട് നമ്മൾ ഇട്ട് പോകുമ്പോൾ. പകരം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് മാക്സിമം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് അബ്സോർവ് ആകുമ്പം അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടെ കൂടുതൽ നിങ്ങളുടെ സ്കിന്നിൽ കിട്ടുകയാണ് ചെയ്യുക. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരിക്കലും ഒരു സ്പീഡായിട്ടുള്ള മേക്കപ്പ് ചെയ്യുമ്പോഴും നിങ്ങളിതൊന്ന് അബ്സോർവ് ആവുന്നവരെ ഒരു ടൈം കൊടുക്കുക. ഈ ഫാൻ്റെ അടിയിൽ പോയി നിൽക്കണം എന്നൊന്നും ഇങ്ങനെ ഇരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഒരു 5 മിനിറ്റ് നിങ്ങളൊന്നിങ്ങനെ ചെയ്താൽ തന്നെ സത്യം പറഞ്ഞാൽ അത് നന്നായിട്ട് അബ്സോർവ് ആവും, മേക്കപ്പൊക്കെ സെറ്റായിട്ടിരിക്കും.
പിന്നെ നമ്മൾ ഒരു ബിഗിനർ എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ കൊടുക്കുന്നതായിരിക്കും. ദെൻ ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. പലർക്കും മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ പ്രോബ്ലംസും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാത്ത ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുകയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ കൊടുത്തത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ ഒരു തെറ്റായ രീതിയിലൂടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ രീതികളിലൂടെയൊക്കെയാണ് നിങ്ങൾ മേക്കപ്പ് ചെയ്തു പോകുന്ന വെച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മേക്കപ്പ് നല്ല അടിപൊളിയായിരിക്കും. ആർക്കും അങ്ങനെ ഫീൽ ചെയ്യില്ല നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും അതായിരിക്കും മേ ബി നിങ്ങളെ സ്കിന്നിനെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ബ്രൈറ്റനായിട്ട് തോന്നിക്കുക. അത് കണ്ടന്റ് കുറയ്ക്കാം. കറക്റ്റ് സ്കിൻ ടോണിന് ഒന്ന് പലരും ഫൗണ്ടേഷൻസ് ഇടുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഭയങ്കര വെളുത്തിച്ച് പറയാൻ. ഞാൻ അത് പറയില്ല. ഫൗണ്ടേഷൻസ് ഒക്കെ ഇപ്പോൾ കൺസീലർ ആണെങ്കിലും ഫൗണ്ടേഷൻസ് ആണെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറച്ച് ഡാർക്കർ ആയിട്ടുള്ള ഒരു പോർഷൻസ് ഒക്കെ ഉണ്ടാവും ചില ഭാഗത്ത്. അതൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒരു ഷെയ്ഡ് ഫേസിൽ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻസ് പ്രിഫർ ചെയ്യുക. അല്ലാതെ നമ്മളൊരു ബ്രൈറ്റൻ ഒരു മേക്കപ്പ് അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഉള്ളിലേക്ക് നല്ല നല്ല ഫുഡ്സ് കഴിക്കുക. അപ്പം തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഒരു ഒറിജിനൽ ഒരു അണീവൻ എന്താ പറയുക ഒരു ഗ്ലോ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വേണം നിങ്ങൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കെയർ ചെയ്യാനായിട്ട്. കുറച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ മുഖം മാത്രം കുറച്ച് കുത്തി അടിച്ചുകൊണ്ടോ വെളുത്ത് പാറിക്കൊണ്ടോ ഒരു യൂസ്ഫുള്ളും ഇല്ല. സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യുക. ഉള്ളിലോട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ കിട്ടും. ദെൻ ഇത് എൻ്റെ ഫോണിൻ്റെ നോർമൽ ക്യാമാണ്. ഇപ്പം എൻ്റെ സ്കിന്നിൻ്റെ ഏറ്റവും ചേഞ്ച് ഞാൻ പറഞ്ഞു ഹയാമിയും കൂടെ യൂസ് ചെയ്ത സമയത്ത് നല്ല ചേഞ്ച് എനിക്ക് സ്കിന്നിന് കിട്ടിയിട്ടുണ്ട്. ഹയാമി യൂസ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഇത്ര കളർ വെക്കും ഞാൻ പറഞ്ഞ. ഹയാമി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റൻ ആവും. പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അതെൻ്റെ സ്കിന്നിൽ കാണാനും ഉണ്ട് അത്യാവശ്യം നല്ലോണം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. സോ അപ്പോൾ ഇതാണ് നമ്മൾ ബിഗിനേഴ്സ് ഒരു മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ സോ നിങ്ങൾ മാളു സ്റ്റോറീസിൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മാളു സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.